സംഭവം നടക്കുന്നത് 2019-ലാണ്. ഊർമിള ദീക്ഷിത് തന്റെ ജീവിതകാലത്തെ അധ്വാനം കൊണ്ട് പണിത ഒരു വീടും സ്ഥലവും അതൊരു ദാനാധാരം അഥവാ ഗിഫ്റ്റ് ഡീഡ് വഴി മകൻ സുനിലിന്റെ പേരിലേക്ക് അങ്ങെഴുതി നൽകി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സാധാരണയായി കാണുന്നൊരു കാര്യമാണല്ലോ. മാതാപിതാക്കൾ മക്കൾക്ക് സ്വത്ത് ഭാഗം വെച്ചു കൊടുക്കുന്ന ഒരു രീതി. പക്ഷേ നിങ്ങൾ തന്ന രേഖകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു സാധാരണ ഗിഫ്റ്റ് ഡീഡ് ആയിരുന്നില്ല എന്നാണ്. ഇതിന്റെ കൂടെ വേറൊരു നിർണായകമായ രേഖ കൂടിയുണ്ടായിരുന്നു, അല്ലേ? അതെ, കൃത്യം. അവിടെയാണ് ഈ കേസിന്റെ ഗതി തന്നെ നിർണയിച്ച ആദ്യത്തെ ഒരു ഘടകം വരുന്നത്. ഈ ദാനാധാരത്തോടൊപ്പം തന്നെ മകൻ സുനിൽ ഒരു വചൻപത്ര, അതായത് ഒരു വാഗ്ദാനപത്രം കൂടി ഒപ്പിട്ട് നൽകിയിരുന്നു. ഓഹോ, വചൻപത്ര. അതായത് വെറുമൊരു വാക്കായിരുന്നില്ല അത്. അല്ലേ അല്ല, അതൊരു നിയമപരമായ പ്രമാണം തന്നെയായിരുന്നു, ഒരു ലീഗൽ ഡോക്യുമെന്റ്. ശരി. അപ്പോ നിങ്ങൾ എനിക്ക് സ്വത്ത് തരൂ, പകരം ഞാൻ നിങ്ങളെ ശിഷ്ടകാലം നോക്കിക്കോളാം എന്നൊരു ധാരണ രേഖാമൂലം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതെ. ഒരു രക്ഷിതാവിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോ ഇതിൽ കൂടുതലൊരു ഉറപ്പ് കിട്ടാനില്ലല്ലോ. പക്ഷേ സ്വത്തിന്റെ രേഖകളൊക്കെ കയ്യിൽ കിട്ടിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞൊന്ന് തോന്നുന്നു. ആ മാറ്റം അത് വളരെ ക്രൂരമായിരുന്നു. ഉറവിടങ്ങളിൽ പറയുന്നതനുസരിച്ച് സംരക്ഷണം പോയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടു. അയ്യോ. ഭക്ഷണം, മരുന്ന്, പിന്നെ സ്നേഹത്തോടെയുള്ളൊരു വാക്ക് ഒന്നും കിട്ടിയില്ല. സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ ആ മാതാപിതാക്കൾ ശരിക്കും അന്യരെ പോലെയായി.